കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗാഥയാണെങ്കിൽ എങ്ങനെ ഈ പ്ലാനൊക്കെ വരക്കുമെന്ന് ഓർത്തിട്ട് ആലോചിച്ചിട്ട് ഒരൊത്തും പിടിയാൻ നിൽക്കാതെ ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും പെട്ടെന്ന് ജനലിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഗാഥ അതുവഴി നിൽക്കുന്ന കൃഷ്ണനെ കാണുന്നത്. ഇവളെങ്ങനെ ഇവിടെ എത്തിയത്? ഇനി നവീനെങ്ങാനും ഇവളെ വിളിച്ചു വരുത്തിയതായിരിക്കോ? അതിന് എന്നെപ്പോലെ മറ്റിടത്തുള്ള കാര്യം നവീൻ അറിയില്ലല്ലോ. എന്താണെങ്കിലും ഈ പ്ലാൻ വരക്കാൻ പറഞ്ഞ് ഞാനിവിടെ പെട്ടിരിക്കുവാണ്. പ്ലാൻ ഇവളെ കൊണ്ട് വരപ്പിച്ചാലോ? അങ്ങനെ പറഞ്ഞ് ഗാഥ അവിടെ ഗാഥയ്ക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരുന്ന ജ്യൂസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് സാരിയിലേക്ക് ഇങ്ങനെ ഒഴിക്കുവാണ്. എന്നിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുക. അയ്യോ നവീൻ, ഇത് കണ്ടോ? ഞാൻ ആ ജ്യൂസ് കുടിക്കാനെടുത്തപ്പോഴേക്കും അത് മറിഞ്ഞിട്ട് ഡ്രസ്സിലേക്ക് വീണു. ഡ്രസ്സ് ആകെ നാശം. അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും സാറേ എന്ന് മണിക്കുഞ്ഞ് ചോദിക്കുക. അന്നേരം ഗാഥ പറയണേ, അത് കുഴപ്പമൊന്നുമില്ല, കാറിൽ ഞാൻ വേറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ഞാൻ പോയി വേഗം തന്നെ ഒന്ന് മാറിയിട്ട് വന്നോളാം. അതെ, എനിക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, അതിന് പറ്റിയ സ്ഥലം എവിടെയാണ് എന്ന് അവിടുത്തെ അമ്മയോട് ചോദിക്കുക. അന്നേരം അമ്മ പറയണേ, ദേ ഈ കുട്ടി കാതൊക്കെ ഡ്രസ്സ് മാറാനുള്ള സ്ഥലം കാണിച്ചു തരും. അതൊന്നും വേണ്ട, എവിടെയാണെന്ന് പറഞ്ഞാൽ മാത്രം മതി, ഞാൻ അവിടെ പോയി മാറിക്കോളാം. നവീൻ, ഞാനെന്നാലേ ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം എന്നും പറഞ്ഞാൽ കാത അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ആ മഠത്തിൽ അമ്മ പറയണേ, പ്ലാൻ വരക്കാൻ തുടങ്ങിയതിന് ശേഷം ഓരോ പ്രശ്നങ്ങളാണല്ലോ. അമ്മ അതൊന്നും കാര്യമൊക്കെ ഉണ്ടെന്നേ, അയാളിപ്പോൾ തന്നെ ഡ്രസ്സ് മാറ്റിയിട്ട് വേഗം വരും, നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വളരെ നല്ലൊരു സ്കെച്ച് തന്നെ അയാൾ വരക്കും, അമ്മ നോക്കിക്കോ. അങ്ങനെ പറഞ്ഞ് നവീൻ പ്രതീക്ഷയോടെ നിൽക്കുവാണ്. ഈ സമയം ഉദയനാണെങ്കിൽ അവിടെ എല്ലാം കൃഷ്ണയെ തിരഞ്ഞു നടക്കുമോ. ചേടാ, എന്നാലും ഇവളെവിടെ പോയി? ഇത്ര വട്ടം നമ്മൾ മായയായിപ്പോയോ? അല്ലെങ്കിൽ തന്നെ രണ്ടെണ്ണം കൊണ്ട് ഇവളൊന്ന് പറഞ്ഞ് നടക്കുവാണ്, ഇവിടെ ഒരെണ്ണത്തിന് തന്നെ കണ്ടെത്താൻ പറ്റുന്നില്ല, പിന്നെ രണ്ടാമത്തതിന്. അങ്ങനെ പറഞ്ഞ് കൃഷ്ണയെ തിരക്കി അവിടെ മുഴുവൻ ചുറ്റി നടക്കുവാണ് കേട്ടോ ഉദയൻ. ഇതേസമയം കൃഷ്ണയാണെങ്കിൽ കുറച്ച് നീങ്ങി ഒരു സ്ഥലത്ത് മറഞ്ഞു നിൽക്കുമായിരിക്കും. പെട്ടെന്നായിരിക്കും ഗാഥ പിന്നിലൂടെ വന്ന് കൃഷ്ണയുടെ തോളി പിടിക്കുന്നത്. അങ്ങനെ ഗാഥയെ കാണുന്നതും കൃഷ്ണ ഞെട്ടുക. ഗാഥയോ, നീ എന്താണ് ഇവിടെ? അന്നേരം കൃഷ്ണ പറഞ്ഞേ, അത് പിന്നെ ഞാൻ ഇവിടുത്തെ കുട്ടികൾക്ക് കുറച്ച് സ്വീറ്റ്സും മറ്റുമായിട്ട് വന്നതാ. ഓ, അല്ലാതെ നീ നവീൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് വന്നതല്ല അല്ലേടി? നവീൻ ഇവിടെ ഉണ്ടെന്നോ? സത്യമായിട്ടും എനിക്കറിയില്ല ഗാഥ. നീ കള്ളം പറയുവാണ്, എൻ്റെ ജീവിതം നശിപ്പിക്കാനല്ലേടി നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? അയ്യോ ഇല്ല ഗാഥ, അങ്ങനെയാണെങ്കിൽ ഗാഥയും സിത്താരമ്മയോടൊക്കെ പറഞ്ഞതനുസരിച്ച് ഞാൻ നാടും വീടും വിട്ട് ഇത്രയും ദൂരത്തേക്ക് വന്ന് താമസിക്കുമോ? ഗാഥയുടെ ജീവിതം തകർക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അതിനുള്ള എത്രയോ അവസരങ്ങൾ എനിക്കുണ്ടായിരുന്നു, അപ്പോഴൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഗാഥയുടെ ജീവിതത്തിൽ നല്ലത് മാത്രം വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, അതിനുവേണ്ടിയാണ് ഞാൻ ഒഴിഞ്ഞു മാറിപ്പോയത് വരെ. മതി, എൻ്റെ കൂടുതൽ പ്രസംഗമൊന്നും എനിക്ക് കേൾക്കണ്ട. അതെ, നീ ഇപ്പം എന്താണെങ്കിലും ഇവിടെ വന്നതല്ലേ, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? അത് ഇവിടെ നവീൻ്റെ എന്തോ ഒരു പ്രോജക്റ്റ് ഇവിടെ തുടങ്ങാൻ പോകുന്നുണ്ട്. ഈ ഒരു അനാഥാശ്രമത്തിന് വേണ്ടിയിട്ട് പുതിയ എന്തോ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്ന മറ്റുമാണ്. അതിൻ്റെ പ്ലാൻ ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്ത് അത് പാസ്സാക്കി എടുക്കണം, എന്നാൽ എത്ര പെട്ടെന്ന് കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പറ്റൂ. അത് നവീൻ്റെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിട്ട് തന്നെ മാറിയിരിക്കുക. നവീൻ ആ പ്ലാൻ വരക്കാൻ എന്നോടാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പ്ലാൻ വരക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ എനിക്കതിൽ തീരെ താല്പര്യമില്ല. നവീനും അവരൊക്കെ പറഞ്ഞ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നീ അതൊക്കെ വെച്ചിട്ട് നവീൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പ്ലാൻ വരച്ച് കൊടുക്കണം. അതേക്കുന്നതും കൃഷ്ണ പറയണേ, നവീൻ അങ്ങനെ ഒരു പ്രശ്നത്തിലാണെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് എന്നാൽ കഴിയുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. അതേക്കുന്നതും ഗാഥ ചോദിക്കണേ, ഓ അത് ശരി, നവീന് വേണ്ടി നിനക്കപ്പോൾ എന്തും ചെയ്യാൻ പറ്റും, എനിക്ക് വേണ്ടിയല്ല നീ ഇത് ചെയ്യുന്നത് അല്ലേ? അയ്യോ അല്ല, നവീൻ്റെ കാര്യം ഗാഥ പറഞ്ഞത് കാരണം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ശരി, പക്ഷേ ഒരവസരം കിട്ടുന്നു എന്ന് പറഞ്ഞ് നീ കൂടുതലും മുതലെടുക്കാനോ എന്നെ പറ്റിക്കാനോ ശ്രമിച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ ഭീഷണികളൊന്നും അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. നീ എത്ര ദൂരെയാണെങ്കിലും അങ്ങോട്ടേക്ക് എൻ്റെ ആളുകളയക്കാനേ എനിക്കൊരു മടിയുമില്ല. അക്കാര്യം നിൻ്റെ മനസ്സിലുണ്ടാവണം. അതൊക്കെ എനിക്കറിയാം ഗാഥ. എൻ്റെ ഭാഗത്തുനിന്ന് ഗാഥ പേടിക്കുന്നത് പോലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. ഒരിക്കലും ഗാഥയുടെ ജീവിതം തട്ടിപ്പറിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. മതി, എന്നാലേ വേഗം ചെല്ല്. ഞാനിവിടെ മറ്റാരുടെയും കണ്ണിപ്പെടാതെ ഇവിടെ എവിടെയെങ്കിലും മറഞ്ഞു നിന്നോളാം. വരച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നീ സ്ഥലം കാലിയാക്കിക്കൊള്ളണം, മനസ്സിലായല്ലോ? ശരി. അങ്ങനെ പറഞ്ഞ കൃഷ്ണ അങ്ങോട്ടേക്ക് പോകുവാണ്. ഈ സമയം നവീനും മണിക്കുഞ്ഞും ഗാഥയെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. അന്നേരമായിരിക്കും കൃഷ്ണ അങ്ങോട്ടേക്ക് വരുന്നത്. കൃഷ്ണയുടെ ആവേശം കാണുന്നതും നവീനും മണിക്കുഞ്ഞും ഒന്ന് സർപ്രൈസായി പോകുവാണ്. നവീൻ ചോദിക്കണേ, അല്ല കാറിൽ വേറെ ഡ്രസ്സുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്ര സിമ്പിൾ ഡ്രസ്സായിരിക്കും എന്ന് വിചാരിച്ചില്ല. അന്നേരം കൃഷ്ണ പറയണേ, അത് പിന്നെ നവീന് ഞാൻ സിമ്പിൾ ഡ്രസ്സ് ഇടുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ, അതിനുശേഷം ഞാൻ എവിടെ പോയാലും അങ്ങനെയുള്ള കുറച്ച് ഡ്രസ്സ് എടുത്ത് വെക്കും. അതെന്നാണെങ്കിലും നന്നായി, ഈ ഡ്രസ്സ് ഇട്ട് കണ്ടപ്പോഴേക്കും എനിക്ക് എൻ്റെ പഴയ ഗാഥയെ തിരിച്ചു കിട്ടിയ പോലെ തോന്നി. ഇതെല്ലാം പുറത്തു നിന്ന് ഗാഥ കേൾക്കുന്നുണ്ടാവും. ഗാഥക്കാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അന്നേരം നവീൻ ചോദിക്കണേ, അല്ല ഗാഥ താൻ ഓക്കെ അല്ലേ? എന്താ നവീൻ അങ്ങനെ വെച്ചത്? അല്ല കുറച്ച് നേരമായിട്ട് താൻ ആകെ ഡിസ്റ്റർബായിട്ട് വല്ലാതെ അസ്വസ്ഥമായിട്ടിരിക്കുന്ന പോലെ തോന്നി, അതാ ഞാൻ ചോദിച്ചത്. എനിക്ക് ഒരു കുഴപ്പമില്ല നവീൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ ഞാൻ ഇപ്പം തന്നെ വരച്ചു തരാം. നവീൻ ആരുടെ മുമ്പിൽ തല താഴ്ത്തേണ്ടി വരില്ല. അങ്ങനെ പറയുവാൻ കേട്ടോ ഗാഥ. അതേക്കുന്നത് മാണിക്കുന്നു പറയണേ, എൻ്റെ സാറേ കണ്ടില്ലേ,
ഗാഥ മാഡം ഈ സിമ്പിൾ ഡ്രസ്സ് ഇടുന്നത് തന്നെയാണ് നല്ലത്. അന്നേരം ഗാഥ മാഡത്തിൻ്റെ മുഖത്തുണ്ടാകുന്ന ഐശ്വര്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ വാക്കുകളിലുള്ള കോൺഫിഡൻസ് കണ്ടില്ലേ? മറ്റേ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു മാതിരിയാന്ന്. അന്നേരം കൃഷ്ണ പറഞ്ഞേ, എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ കൃഷ്ണ ആ ഒരു വരക്കാനായിട്ടുള്ള റൂമിലേക്ക് പോകുവാണ്. ഈ സമയം മാണിക്കുഞ്ഞ് പറയണേ, എൻ്റെ സാറിന് ഒട്ടും ടെൻഷനാവണ്ട. ഗാഥ മാഡം ഫുൾ ഫോമിലല്ലേ വന്നിരിക്കുന്നത്. വേണ്ട, ഇത് അടിപൊളിയായിട്ട് തന്നെ വരച്ച് പൂർത്തിയാക്കിക്കോളും. ഇനി സാറ് ടെൻഷൻ അടിക്കേ വേണ്ട. നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് നടന്നാലോ? അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. നമുക്ക് അവർക്കൊപ്പം കുറച്ച് നേരം കളിച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. ഞാനില്ല, ഞാനിവിടെ തന്നെ നിന്നോളാം. മനസ്സിലായി. സാറിനെ പഴയ ഗാഥ മാഡത്തെ കിട്ടിയതിൻ്റെ സന്തോഷമല്ലേ? ആ പഴയ സാറിൻ്റെ ആഗ്രഹം പോലെയുള്ള സിമ്പിൾ ഡ്രസ്സ് അണിഞ്ഞ് നല്ല കൂളായിട്ട് സംസാരിച്ച ഗാഥ മാഡത്തെ കണ്ട സാറിന് പിന്നെ നോക്കിയിരിക്കാൻ തോന്നുമല്ലോ. നടക്കട്ടെ, ഞാനെന്താണെങ്കിൽ പുറത്തുണ്ടാവും. അങ്ങനെ പറഞ്ഞ് മാണിക്കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം അവിടെ കുട്ടികളൊക്കെ പന്തൊക്കെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുമായിരിക്കട്ടോ. അത് കാണുന്നത് മാണിക്കുഞ്ഞ് പറയണേ, ആഹാ നല്ല രസമുണ്ടല്ലോ, കണ്ടിട്ട് ആരോടൊപ്പം നിന്ന് കളിക്കാൻ തോന്നുക. അങ്ങനെ പറഞ്ഞ് മാണിക്കുഞ്ഞ് ആ കുട്ടികളുടെ അരികിലേക്ക് ചെല്ലുക. അത് മക്കളെ, ഞാൻ നിങ്ങളുടെ കൂടെ കൂടാം. എന്തിന്? കളിക്കാൻ. അതിന് ഇയാൾക്ക് കളിക്കാനൊക്കെ അറിയോ? പിന്നെ അല്ലാതെ ആ പന്തിന് തന്നെ എന്ന് പറഞ്ഞ് പന്ത് തട്ടി കുട്ടികൾക്കൊപ്പം കളിക്കാൻ തുടങ്ങുവാണ് കേട്ടോ. ഈ സമയം അവിടെ നിന്നിരുന്ന മോളിക്കുട്ടി പെട്ടെന്നായിരിക്കോട്ടോ മാണിക്കുഞ്ഞിനെ കാണുന്നത്. ഇത് അയാളല്ലേ മാണിക്കുഞ്ഞ്? അയാളെങ്ങനെ ഇവിടെ എത്തി? അപ്പോൾ നവീനൊക്കെ കൂടെ ഉണ്ടാകൂ? കൃഷ്ണയാണെങ്കിൽ അകത്തേക്ക് കയറി പോയിട്ടുണ്ടല്ലോ. ഇന്ന് നവീനും കൃഷ്ണയും തമ്മിൽ കണ്ടുമുട്ടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ? അങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരിക്കും മോളിക്കുട്ടി. ഈ സമയം കുട്ടികൾക്കൊപ്പം അതിലും കൊച്ചുകുട്ടിയായിട്ട് ആ മാണിക്കുഞ്ഞിൽ നിന്ന് കളിക്കുന്നത് കാണുന്നതും മോളിക്കുട്ടി പറഞ്ഞേ, ഇയാൾ എന്തോ ഇക്കിടന്ന് കാണിക്കുന്നതും. അങ്ങനെ പറഞ്ഞ് അത് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അന്നേരം ഇരിക്കും മാണിക്കുഞ്ഞ് ബോൾ തെറിപ്പിച്ച് മോളിക്കുട്ടി നിൽക്കുന്ന ഭാഗത്തേക്ക് ഇടുന്നത്. അയ്യോ, ബോൾ പോയല്ലോ, സാരമില്ലെന്നേ, ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞ് ആ ബോൾ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുമായിരിക്കും. ഇത് കാണുന്ന മോളിക്കുട്ടി ഉണ്ടല്ലോ, ആ ബോൾ എടുത്ത് മാണിക്കുഞ്ഞിൻ്റെ തലമണ്ട കിട്ടാൻ ഒരു ഏറ് കൊടുക്കുവാണ്. അന്നേരം മാണിക്കുഞ്ഞാണെങ്കിൽ തലയും തൂത്തി ഇങ്ങനെ നിൽക്കുക. ആരടാ ആ ബോൾ എറിഞ്ഞത്? കൊച്ചുങ്ങൾ, ഇവിടെ വല്ല കുട്ടിസത്തിൻ്റെ മറ്റോ ശല്യമുണ്ടോ? ചിലപ്പോൾ ഉണ്ടാവും. ആ ബോളിങ്ങനെ എന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞിൻ്റെ കഴിഞ്ഞ് ബോൾ വാങ്ങിച്ച് കുട്ടികൾ അത് വെച്ച് കളിക്കുവാണ് കേട്ടോ. ഈ സമയം മാണിക്കുഞ്ഞാണെങ്കിൽ തീരെ വയ്യാതെ അവിടെ മരത്തിൻ്റെ അവിടെ ചാരി ഇങ്ങനെ നിൽക്കുവാണ്. അത് കണ്ട് ചിരിച്ചുകൊണ്ട് അതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുവാണ് കേട്ടോ മോളിക്കുട്ടി. ഈ സമയം കൃഷ്ണ അവിടെ അകത്തിരുന്ന് നവീൻ ഉദ്ദേശിച്ചതുപോലെയുള്ള പ്ലാനൊക്കെ വരച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ജനലിലൂടെ ഗാദി കൃഷ്ണയെ നോക്കുന്നുണ്ട്. ഈ സമയം ഉദയനാണെങ്കിൽ അവിടെയെല്ലാം കൃഷ്ണയെ അന്വേഷിച്ച് നടക്കുവാണല്ലോ. പെട്ടെന്നായിരിക്കും അവിടെ ജനലിൽ കൂടി നോക്കുന്ന ഗാദിയെ കാണുന്നത്. ഇവിടെ വന്ന് നിൽക്കുവാണല്ലേ നീ? അല്ല, കുറച്ച് നേരം മുമ്പ് നിന്നെ കണ്ടപ്പോൾ ഈ ഡ്രസ്സ് അല്ലായിരുന്നല്ലോ. ഇവളെന്തായി അകത്തേക്ക് നോക്കുന്നത് എന്നും പറഞ്ഞ് ഉദയനും അവിടെ കൂടി എത്തി നോക്കുമ്പോഴാണ് അകത്തിരുന്ന് പടം വരച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണയെ കാണുന്നത്. മറ്റേ ഗാഥ? അത് ശരി, 2 ഗാഥയപ്പോൾ ഇവിടെയുണ്ട്. ഒരു ഗാഥ അകത്ത്, മറ്റവൾ പുറത്ത്. ഇതെന്താണെങ്കിലും ഞാൻ നവീനെ വിളിച്ച് കാണിച്ചിരിക്കും. ഞാനെന്താണെങ്കിലും നവീൻ്റെ കൂടെ ചാടി പുറപ്പെട്ടത് വെറുതെ ആയില്ല. ഇന്നത്തോടെ 2 ഗാഥയുടെയും കള്ളക്കളി ഞാൻ തീർക്കും. ഒരു ഗാഥ അകത്തിരിക്കുന്നു, മറ്റവൾ പുറത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉദയൻ അവിടെ ആലോചിച്ച് നിൽക്കുവാണ്. ഈ സമയം ഗാഥ പെട്ടെന്ന് തിരിയുമ്പോൾ ഉദയനെ കാണുന്നതും അവിടെ നിന്ന് വേഗം തന്നെ സ്ഥലം കാലിയാക്കുവാണ്ടോ. അങ്ങനെ ഉദയൻ ആലോചിച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഗാഥയെ കാണുന്നില്ല. ഷെടാ, ഇവളിതോടെ പോയി? ഇത്ര പെട്ടെന്ന് മാഞ്ഞു പോയോ? ഇപ്പോൾ ആരുടെ പിന്നാലെ പോകും? എന്താണെങ്കിലും ഇവളകത്തുണ്ടല്ലോ, മറ്റവളെ പോക്കാം എന്നും പറഞ്ഞ് പുറത്തുള്ള ഗാഥയെ കണ്ടുപിടിക്കാനായിട്ട് അവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ് കേട്ടോ ഉദയൻ. ഇതേ സമയം മോളിക്കുട്ടിയാണെങ്കിൽ മാണിക്കുഞ്ഞിനെ നോക്കിയിട്ട് പറയണേ, ഇയാൾക്കിട്ട് ഒരു പണിയും കൂടി കൊടുക്കണം, അത്ര കൊണ്ടല്ലോ അഹങ്കാരം. അങ്ങനെ പറഞ്ഞ മോളിക്കുട്ടി തലയിൽ വെച്ചിരുന്ന മുല്ലപ്പൂ കയ്യിലെടുത്ത് പമ്മി മാണിക്കുഞ്ഞ് നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തുവാണ്. ഈ സമയം അവിടെ തളർന്നു കിടന്ന് മയങ്ങുമായിരിക്കോട്ടോ മാണിക്കുഞ്ഞ്. അന്നേരം മാണിക്കുഞ്ഞിൻ്റെ മുടിയിലേക്ക് ആ ഒരു മുല്ലപ്പൂ വെച്ച് സ്ലൈഡ് കൊണ്ട് പിൻ ചെയ്ത് വെക്കുവാണ് മോളിക്കുട്ടി. ഇതുകൊണ്ട് മോളിക്കുട്ടിക്ക് തന്നെ ചിരിയടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആസൂത്രം ഒപ്പിച്ചിട്ട് മോളിക്കുട്ടി അവിടെ നിന്നും പോകുവാണ്. പിന്നീട് നവീനും ആ മഠത്തിലെ അമ്മയും കൂടി പുറത്തേക്ക് വന്ന് സംസാരിക്കുവാണ്. ആ അമ്മ പറയുവാണ്, ഇന്ന് തന്നെ പ്ലാൻ വരച്ച് പാസ്സാക്കണം എന്നുള്ളത് നവീൻ്റെ മനസ്സിൽ ആഗ്രഹമല്ലേ. ഗാഥയെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സാരമില്ലെന്നേ, ഗാഥ എന്താണെങ്കിലും ഉടനെ തന്നെ കംപ്ലീറ്റ് ചെയ്യുമല്ലോ. അല്ല, ഈ മാണിക്കുഞ്ഞ് ഇതെവിടെ പോയി? മാണിക്കുഞ്ഞെ, താനവിടെ എന്ത് ചെയ്തുകൊണ്ട് നിൽക്കുക? ഇങ്ങ് വന്നേ. അങ്ങനെ മാണിക്കുഞ്ഞ് പെട്ടെന്ന് തന്നെ എണീറ്റ് നവീൻ്റെ അരികിലേക്ക് പോകുക. ഈ സമയം തലയിൽ മുല്ലപ്പൂ കാണുന്നതും കുട്ടികളെല്ലാവരും കൂടി മാണിക്കുഞ്ഞിനെ കളിയാക്കി ചിരിക്കുക. അന്നേരം മാണിക്കുഞ്ഞ് ചോദിക്കണേ, ശരാ ഇതെന്തൊരു ചിരിയാണ്, നിങ്ങളൊന്നും മനുഷ്യനെ കണ്ടിട്ടില്ലേ? അങ്ങനെ പറഞ്ഞ് മാണിക്കുഞ്ഞ് നവീൻ്റെ അരികിലേക്ക് നടക്കുവാണ്. ഈ സമയം മാണിക്കുഞ്ഞിനെ കാണുന്നതും അങ്ങോട്ടേക്ക് വന്ന ഉദയനും ചിരി അടക്കാനാവാതെ നിൽക്കുവാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നവീനും ആ മഠത്തിലെ അമ്മയും എല്ലാവരും ചിരിക്കുന്നുണ്ട്. അന്നേരം മാണിക്കുഞ്ഞ് ചോദിക്കണേ, ഇതെന്ത് പറ്റി? അവിടുത്തെ ചിരി ഇങ്ങോട്ട് പാസ്സായോ? താൻ എന്താടി കാണിച്ചു വെച്ചിരിക്കുന്നത്? തനിക്ക് പെണ്ണാവണമെന്ന് എത്രയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നോ എന്നും പറഞ്ഞ് ഉദയം ചിരിക്കുക. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്?
എടാ നീ എന്തിനാണ് തലയിൽ ഇങ്ങനെ മുല്ലപ്പൂ വെച്ചിരിക്കുന്നത്? മുല്ലപ്പൂ? ഏത് മുല്ലപ്പൂ? ദേ നിൻ്റെ തലയിലിരിക്കാൻ. അന്നേരം ആയിരിക്കട്ടോ മാണിക്കുഞ്ഞ് തലയിൽ മുല്ലപ്പൂ ഉള്ള കാര്യം കാണുന്നത്. ഇതെങ്ങനെ വന്നു? ഷേ എന്നും പറഞ്ഞ് ആ മുല്ലപ്പൂ തലേന്നെടുത്തിട്ട് ദൂരമൊക്കെ എറിഞ്ഞു കളയുവാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് മോളിക്കുട്ടിയും. അന്നേരം മാണിക്കുഞ്ഞ് ചോദിക്കണേ, അല്ല എൻ്റെ അമ്മേ, ഇവിടെ വല്ലയിടത്തുവേ കുട്ടിച്ചാത്തൻ്റെയോ മറുതയോ ശല്യമോ മറ്റോ ഉണ്ടോ? കുറച്ച് നേരം തുടങ്ങിയിട്ട് കുറച്ച് മുമ്പേ ഒരു ബോൾ എൻ്റെ തലയിൽ വന്നിടിച്ചു. പിന്നീട് ഈ മുല്ലപ്പൂ എൻ്റെ തലയിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് ചോദിച്ചു പോയതാ. അന്നേരം ഉദയം പറയണേ, ആ കുട്ടിച്ചാത്തനല്ല, ഒരു ചാത്തൻ തന്നെ ഇവിടെ ഉള്ളത്. നവീനെ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ, രണ്ട് കാതയുണ്ടെന്ന്. ഇപ്പം ആ രണ്ടുപേരും ഈ ആശ്രമത്തിൽ തന്നെയുണ്ട്. നീ നോക്കിക്കോ. ഒരാൾ അകത്തിരുന്ന് വരക്കുവാണ്, മറ്റേയാൾ പുറത്തുണ്ട്. അയാളെ ഞാൻ കണ്ടെത്തി നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. ഈ ആശ്രമത്തിൽ വെച്ച് തന്നെ ഈ കള്ളക്കൊളക്കൊരു അവസാനമാകും. അങ്ങനെ പറഞ്ഞ് ഉദയൻ അവിടെ നിന്ന് വീണ്ടും അന്വേഷിക്കാൻ പോകുവാണ്. അന്നേരം നവീൻ ചോദിക്കണേ, എടോ മാണിക്കുഞ്ഞേ, എന്താടോ ഇതൊക്കെ? എൻ്റെ കൂടെ വരുന്ന എല്ലാവരും എന്താ ഇങ്ങനെയായി പോകുന്നത്? അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന നവീനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് കൃഷ്ണൻ അങ്ങനെ പ്ലാനൊക്കെ വരച്ച് പൂർത്തിയാക്കിയിട്ട് നവീനെ ആ അമ്മയൊക്കെ കാണിക്കാൻ വരുവാണ്. അങ്ങനെ ആ പ്ലാൻ കാണുന്നതും അമ്മയും നവീനൊക്കെ ഞെട്ടിപ്പോകുവാണ് കേട്ടോ. അമ്മയ്ക്ക് അത് ഒത്തിരി ഇഷ്ടമാകുവാണ്. നന്നായി, ഞങ്ങൾ മനസ്സിൽ കണ്ട എല്ലാ ആഗ്രഹങ്ങളും ഒത്തുചേർന്നുകൊണ്ടുള്ള മനോഹരമായിട്ടുള്ള പ്ലാൻ. ഇതായിരുന്നു നവീൻ ഞങ്ങൾ ആഗ്രഹിച്ചത്. ഗാഥയുടെ കഴിവിനെക്കുറിച്ച് അവരെല്ലാവരും അഭിനന്ദിക്കുവാണ്ടോ. ഈ സമയം അതെല്ലാം കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുമായിരിക്കും കൃഷ്ണ. എന്നാൽ ഗാഥക്കാണെങ്കിൽ ഇതൊന്നും തീരെ സഹിക്കുന്നില്ല കേട്ടോ. ഈ സമയം നവീൻ പറയണേ, ഞാൻ ഉടൻ തന്നെ ഇത് ബിൽഡിംഗ് ഇൻസ്പെക്ടറെ കൊണ്ട് പാസ്സാക്കിച്ചോളാം. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങാം അമ്മേ. അങ്ങനെ അവർക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. അതിനുശേഷം അവരൊക്കെ അവിടെ നിന്ന് പോകുവാണ്. ഈ സമയം നവീനും മാണിക്കുഞ്ഞും കൃഷ്ണ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. മറിഞ്ഞു നിന്ന് ഗാഥയും ഇതെല്ലാം കാണുന്നുണ്ടാവും. അന്നേരം നവീൻ പറയണേ, ഇവരുടെ മുമ്പിൽ എൻ്റെ അഭിമാനമെല്ലാം സംരക്ഷിച്ചിട്ട് ഞാൻ തനിക്ക് സമ്മാനമൊന്നും തന്നില്ലല്ലോ, ഇതാണ് എൻ്റെ സമ്മാനം എന്നും പറഞ്ഞ് നവീൻ കൃഷ്ണയുടെ കവിളിലും കൊടുക്കുവാണ്. അങ്ങനെ നവീൻ്റെ അപ്രതീക്ഷിതമായ ആ സമ്മാനത്തിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് കേട്ടോ കൃഷ്ണ. ഈ സമയം ഈ കാഴ്ച കാണുന്നതും കണ്ണുപൊത്തി നാളത്തോടെ നിൽക്കുവാണ് മാണിക്കുഞ്ഞ്. എന്നാൽ നവീൻ കൃഷ്ണ കുമ്മോടുത്തത് കണ്ട് സഹിക്കാനാവാതെ ഞെട്ടിത്തെറിച്ച് കാലുതുള്ളി നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ ഗാഥ. അങ്ങനെയുള്ള ഈ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്